എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോ ബി പിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം പ്രഷർ കൂടുതൽ ആണ് എന്ന് ഒരുപാട് ആൾക്കാർ പ്രഷർ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പ്രഷർ കുറവുള്ള ആൾക്കാരും ഇപ്പം സർവ്വസാധാരണമാണല്ലേ. കുറച്ച് പ്രായമുള്ളവരിലാണ് കൂടുതൽ കാണുന്നത്. ഇപ്പം ചെറുപ്പക്കാരിലും ഈ ലോ ബി പി കാണുന്നുണ്ട്. അപ്പോൾ ലോ ബി പി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ നമ്മളൊരു ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. സിസ്റ്റോളിക് പ്രഷർ 120യും ഡയസ്റ്റോളിക് പ്രഷർ 80 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഒരു 100 70 ഒക്കെ ആവുകയാണെങ്കിലും അതൊരു വലിയൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മളെ ലോ ബി പി എന്ന് പറയുന്നത് എപ്പോഴാണ് 90-60 ആ റേഞ്ചിൽ വരികയോ അതിൽ നിന്നും താഴെ പോവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ലോ ബി പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രഷർ കൂടുതലിനെ ഹൈപ്പർ ടെൻഷൻ എന്നും പ്രഷർ കുറവുള്ളതിനെ ഹൈപ്പോ ടെൻഷൻ എന്നാണ് പറയുന്നത്, ലോ ബി പി. അപ്പോൾ ലോ ബി പി ഉള്ള ആൾക്കാർ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ചിലർക്ക് ഈ പ്രഷർ കുറഞ്ഞിരുന്നാലും ഒരു സിംറ്റംസും കാണിക്കാത്തവരായിട്ടുണ്ട്. ചില അസുഖങ്ങളായിട്ട് പോകുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും പ്രഷർ ലോ എന്നറിയുന്നത് കേട്ടോ. എന്നാലും പ്രഷർ കുറഞ്ഞ ആൾക്കാരിൽ പൊതുവായി കാണുന്ന ചില സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാകെ തളർച്ച തോന്നുക, ഒരു വീക്ക്നെസ്, ബോഡി മൊത്തത്തിലൊരു വീക്ക്നെസ് തോന്നുക, കൈകാലുകൾക്ക് തരിപ്പ്, ഒരു മരവിച്ച അവസ്ഥ, തണുത്ത അവസ്ഥ പോലെയൊക്കെ തോന്നുക, പെട്ടെന്ന് തല ചുറ്റും പോലെ തോന്നുക, വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുക, കുഴഞ്ഞ് വീഴുക, അല്ലെങ്കിൽ കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നുക, അല്ലെങ്കിൽ ബ്ലേഡ് വിഷൻ, കണ്ണ് മങ്ങലുള്ളതുപോലെ തോന്നുക. മൊത്തത്തിലൊരു ക്ഷീണമാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്ഷീണം തോന്നുക. തലകറക്കമാണ് മെയിനായിട്ടും. പല ആൾക്കാരിലും തലകറങ്ങി കുഴഞ്ഞ് വീഴും. അതുപോലെ തന്നെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. കണ്ണിലൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും. ഇത്തരം സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ പെയിൽ കളർ ആവുന്നത് പോലെ തോന്നാറുണ്ട്. ഇത്തരം സിംറ്റംസാണ് മെയിനായിട്ടും പ്രഷർ കുറഞ്ഞവരിൽ കാണുന്നത്.